ഞാൻ സ്കൂൾ കാലഘട്ടം തൊട്ടേ ഭയങ്കര കുസൃതിയാണ്. ഓ, എന്നെ സാറന്മാർ വിളിക്കുന്നത് ഡെനോവ് എന്നായിരുന്നു. എങ്ങനെ? ഡെനോവ്. ആ, തല തിരിഞ്ഞു പോകാൻ, അതായത് വിനോദ് തിരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടേ പറഞ്ഞ, അന്ന് തൊട്ടേ കുസൃതിയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള, അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബിജു എന്ന് പറഞ്ഞു. പുള്ളിക്കാരന് ഞങ്ങളുടെ രണ്ടുപേരുടെ നടുക്കായിരിക്കും. പുള്ളി എഴുതുന്ന എല്ലാം വൃത്തിയാണ്. പേന എടുത്താൽ തുടയ്ക്കും, ബുക്ക് എടുത്താൽ തുടയ്ക്കും, എന്നിട്ട് കയ്യക്ഷരം ഉരുട്ടി എഴുതും. അങ്ങനെ നിർബന്ധമാണ്. അവൻ ഈ ബോർഡ് എഴുതുന്ന സമയത്ത് എഴുതത്തില്ല. ഞങ്ങളുടെ ബുക്ക് നോക്കി പകർത്ത് വായിക്കുന്ന രചന ബുക്കൊക്കെ. ഓ ശരി. അപ്പോൾ എന്നിട്ട് ഫുള്ള് വായിക്കത്തില്ല. വിനോദം എഴുതിയാൽ പുള്ളി അത് ഫുള്ള് വായിക്കത്തില്ല. ആദ്യം എന്നെ നോക്കി ബുക്ക് നോക്കി എഴുതും, പിന്നെ വള്ളിയിടും. അത് എഴുതത്തേ ഉള്ളൂ, ഫുള്ള് എഴുതി രചന. അപ്പം ഞാൻ പൊന്നമ്മ സാറെന്ന് പറഞ്ഞത്, സാറ് രചന എഴുതുന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എഴുതും, ഇത്ര സമയം കഴിയുമ്പോൾ മായ്ച്ചു കളയും. മായ്ച്ചു കളയുമ്പോൾ അത്രയും ഭാഗം എത്രയും പിടിയെന്ന് എഴുതിയോ എത്രയും നല്ല കൈയക്ഷരം, ഇതൊക്കെയാണ് മാർക്ക്. ഞാൻ ഇവനൊരു പണി കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഇവൻ ബുക്കൊക്കെ എടുത്ത് തുടച്ച് വരുമ്പോഴത്തേനെ ഞാൻ അഭിനയമോഹമുള്ള ബോട്ടാ, അത് ഇടയ്ക്കിടയ്ക്ക് ഫ്രെയിം വരാൻ വേണ്ടി അങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വരുന്നു. ഏത് അപ്പൊ ഈ ബിജു വന്ന് ബുക്കൊക്കെ തുടച്ച് വെച്ചപ്പോഴത്തേക്ക് ഞാൻ രചന പെട്ടെന്ന് എഴുതി അങ്ങ് തീർത്തു. എന്നിട്ട് അത് മടക്കി വെച്ചിട്ട് അടുത്ത ബുക്ക് അന്ന് എപ്പോഴും ഓർക്കുന്നുണ്ട്, ശിബി മഹാരാജാവിന്റെ പ്രാവിന്റെ കഥയില്ലേ, ഗാനം കൊടുത്ത. ഇതിനൊക്കെ 10-12 വയസ്സും കണ്ടേ ഉള്ളൂ. അങ്ങനെ ഒരു കഥയുണ്ട്. ശിബി മഹാരാജാവിനെ പ്രാവ് കാണുന്നതും അത് പിന്നെ ദാനം കൊടുക്കുന്നതുകൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു കഥയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ പിന്നെ അല്ല, അത് നമ്മുടെ സുഹൃത്തുക്കൾ അതിനിടയ്ക്ക് എന്തോ പരിപാടിയാണ് കാണിക്കുന്നത്. അവൻ ഞാൻ ബുക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഞാനിത് ശിബി മഹാരാജാവും പ്രാവും കൂടെ കണ്ടുമുട്ടുന്നിടം വരെ കറക്റ്റ് എഴുതിയതിന് ശേഷം ശിബി മഹാരാജാവിനോട് പ്രാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന ചീത്ത മുഴുവൻ അങ്ങ് എഴുതി വെച്ചു. അവിടെ അപ്പോഴേ കോപ്പി അപ്പുറത്ത് എഴുതിക്കൊണ്ടിരിക്കുക. ഫുള്ള് എഴുതി വെച്ചിട്ട് ക്ലൈമാക്സ് കൊണ്ടുവന്നിട്ട് അങ്ങനെ മനസ്സിലാക്കിയ ശിബി മഹാരാജാവ് ദേവേന്ദ്രൻ പ്രാവിനെ അനുഗ്രഹിച്ച് ഇങ്ങനൊരു സാധനം എഴുതി വെച്ചു. ബിജു ഇത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മൊത്തം എഴുതി രചന കൊണ്ട് മടക്കി കൊണ്ട് വെച്ചു. വെള്ളിയാഴ്ച ആയിരുന്നു. തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ എനിക്കും ടെൻഷനുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പ് പ്യൂണ് എന്ന് ബിജു പൊന്നമ്മ സാറ് വിളിക്കുന്ന ടീച്ചേഴ്സ് റൂം. എനിക്കറിയാം സംഭവം. ഈ പാവം പിടിച്ചവൻ പോയി. അപ്പോൾ എൻ്റെ പേര് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇവിടെ തൂത്ത് കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണീരും വരുന്നുണ്ട്. അന്ന് എൻ്റെ നടുക്ക് വന്നിരുന്നു. ഞാൻ ബിജു എന്തിനാണ് സാറ് വിളിച്ചത്? ഓ അങ്ങനെ എന്തോ പുള്ളി പറയത്തില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ഞാൻ വെളിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബിജു എന്തിനാടാ പൊന്നോ സാറ് വിളിച്ചത്? അവൻ നിനക്കറിയത്തില്ല? ഇല്ല. ഞാൻ എന്തുവായിരുന്നു അവിടെ? ഞാൻ അങ്ങോട്ട് ചെന്നു, പൊന്നമ്മ സാർ തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. ബിജുവിന് കാര്യം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് 5 അടിയുന്നു. ഞാൻ നിനക്ക് ചോദിക്കത്തില്ലേ കാര്യം എന്താന്ന്? ചോദിച്ചിട്ട് വേണം അതിനോട് ഞാൻ അടി തരാം. സത്യം പറഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് ഞാനിത് പറയുമ്പോഴാണ് ബിജുവിന് അടി കിട്ടിയത്. ബിജുവിന് മനസ്സിലാകുന്നത്.